Hello students. Now we are going to discussing about the new paper, that is developmental biology. Let's start with the first module, that is introduction, basic concept of development. In this module first of all we have to discussing the cell fate. Okay, before going to the topic, explain the development. What is meant by development? Development is a gradual process. We all know that it is a gradual process by which a complex multicellular organism arises from a single cell. ഒരു മൾട്ടി, അതായത് മെനി സെൽഡ് ഓർഗാനിസം ആണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഉണ്ടായി വരുന്നത്. ആ ഒരു സിംഗിൾ സെൽ എന്ന് പറയുന്നത് ഇവിടെ സൈഗോട്ട് എന്നാണ്. ഇത് മെയിൻലി ഒരു 5 മേജർ ഓവർലാപ്പിംഗ് പ്രോസസ്സാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോത്ത് നമുക്കറിയാം എന്താണ്, സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ഇൻ നമ്പർ. ദെൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് സെൽ ടൈപ്സ് ആയിട്ട് മാറുക. ദെൻ പാറ്റേൺ ഫോർമേഷൻ മീൻസ് ഓർഗനൈസേഷൻ. Then morphogenesis means generation of shapes and structure. അതിനൊരു എക്സ്റ്റേണൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക, ആ ഒരു പ്രോസസ്സിനെയാണ് മോർഫോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൽ ഫേറ്റ് എന്താണെന്ന് പറയാം. സെൽ ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ വേർഡിൽ തന്നെ ഉണ്ട് ഫേറ്റ്. ഒരു സെല്ലിന് എന്താവണം എന്നുള്ളത് ആ ഒരു സെല്ലിനുള്ള ഒരു ഫേറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സെൽ ടൈപ്സ് ഇൻ എംബ്രിയോ ഇൻക്രീസസ് ആസ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്. സെൽ ഫേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ഒരു സെൽ ടൈപ്പിൻ്റെ റേഞ്ചിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു സെൽ ടൈപ്സ്, എ പെർട്ടിക്കുലർ സെൽ ക്യാൻ ഗിവ് റൈസ് ടു എ ഡ്യൂറിങ് ഡാം. അതായത് ഒരു സെല്ല്, ഇപ്പം ഇതൊരു ബ്ലാസ്റ്റുലി ആണെങ്കിൽ ഇതൊക്കെ എന്താണ്, സെൽസാണ്, ബ്ലാസ്റ്റോമിയേഴ്സാണ്. ഈ ഓരോ ബ്ലാസ്റ്റോമിയേഴ്സും അത് ഒരു അഡൽട്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതൊരു അടുത്ത ഒരു പുതിയ ന്യൂ ഓഫ്സ്പ്രിങ്സ് ആവുന്ന സമയത്ത് ആ ഓരോ സെല്ലും എന്തായിട്ട് മാറണം എന്നത് അതിൻ്റെ ഫേറ്റാണ്. അപ്പോൾ ഇത് ചിലപ്പം നോട്ടോകോഡായിരിക്കും, ഇത് ചിലപ്പം അതിൻ്റെ എൻഡോഡം, അതായത് സ്കിന്നായിരിക്കാം, അല്ലെങ്കിൽ മസിലായിരിക്കാം. ഓരോ സെൽസും ഓരോ സെൽ ടൈപ്പായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിനെയാണ് സെൽ ഫേറ്റ് എന്ന് പറയുന്നത്. ഈച്ച് ടൈപ്പ് ഓഫ് സെൽ ഹാസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോട്ടീൻ. ഓരോ സെല്ലിലും അതിൻ്റെ സെൽ മെംബ്രെയിനിൽ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോട്ടീൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സം ഓഫ് ദീസ് ഡിഫറൻസസ് ആർ റെസ്പോൺസിബിൾ ഇറ്റ് ഡിസ്ക്രൈബ് ദ റേഞ്ച് ഓഫ്. ആ ഒരു പ്രോട്ടീനാണ് ഈ ഒരു സെൽ ടൈപ്പിൻ്റെ റേഞ്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എ പെർട്ടിക്കുലർ സെൽ ക്യാൻ ഗിവ് റൈസ് ടു ഡ്യൂറിങ് നോർമൽ ഡെവലപ്മെൻറ്റ് എന്താവണം എന്നുള്ളത്. ഓൾ ദി കൈൻഡ്സ് ഓഫ് സെൽസ് that can form from cell could be cell fate. എന്താവണം എന്നുള്ളത് അതിൻ്റെ സെൽ ഫേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വാട്ട് ഈസ് മീൻ ബൈ സെൽ പൊട്ടൻസി? സെൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ സെൽ ടൈപ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് സെൽ പൊട്ടൻസി എന്ന് പറയുന്നത്. പർട്ടിക്കുലർ സെൽ ക്യാൻ ഗിവ് റൈസ് ടു ഓൾ പോസിബിൾ എൻവയൺമെൻറ്റ്സ്. എല്ലാ പോസിബിൾ എൻവയൺമെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു സെൽ ടൈപ്പായിട്ട് മാറാൻ പറ്റണം. Example, a cell can differentiate in abnormal way if it is experimentally grafted in an ectopic region. നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കുറേ സയൻറ്റിസ്റ്റൊക്കെ കുറേ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലിനെ എടുത്തിട്ട് എക്സ്പെരിമെൻ്റലി അതിനാവശ്യമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആ ഒരു പെർട്ടിക്കുലർ എൻവയൺമെൻറ്റിൽ മാത്രമേ ആ സെല്ലിന് ആ പെർട്ടിക്കുലർ സെൽ ടൈപ്പായിട്ട് മാറാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സെല്ലിൻ്റെ പൊട്ടൻസി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറയുന്നത്. പൊട്ടൻസി ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് ഫേറ്റ്. ഓക്കെ, ദെൻ ഫേറ്റ് ഓഫ് എ സെൽ, ഒരു സെല്ലിൻ്റെ ഫേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ പൊട്ടൻസിയെ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഇറ്റ്സ് കോണ്ടാക്ട് വിത്ത് അതർ സെൽസ് ഇൻ ദ എംബ്രിയോ. അതിന് വേറെ ഒരു സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടൺ ടൈപ്പ് ഓഫ് സെൽ ടൈപ്പായിട്ട് മാറും.
അങ്ങനെയാണെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ ആൻ ആനിമൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെൽ ഫെയ്റ്റും പൊട്ടൻസിയും പ്രോഗ്രസീവ്ലി റെസ്ട്രിക്റ്റഡ് ആണ് ഫ്രം ടോട്ടിപോട്ടൻറ്റ് ടു യൂണിപോട്ടൻറ്റ്. Until a cell become terminally differentiated can only form a single cell type. Cell fate becomes restricted following each decision in the developmental hierarchy. Cell are to be committed to a cell fate, certain fate. In animals, commitment occurs in stages. Okay. ദെൻ അടുത്തത് പറയാനുള്ളത് എന്താണ് സെൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു, സൈഗോട്ട് ഫോം ചെയ്തു, അതിന് ഡിവിഷൻ നടന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. ആ ബ്ലാസ്റ്റോസിസ്റ്റ് വീണ്ടും അതിന് ലെയേഴ്സായിട്ട്, അതായത് ഔട്ടർ ലെയറായിട്ട് എന്താണ് ട്രോഫോബ്ലാസ്റ്റും അതിന് ചേർന്നുകൊണ്ട് തന്നെ ഇന്നർ സെൽ മാസും, അങ്ങനെ 2 സെൽസായിട്ട് ഡിഫറൻഷ്യേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. വീണ്ടും അതിന് 3 ജേം ലെയേഴ്സായിട്ട് ആ സെൽസ് ഡിവിഷൻ നടന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ആ ഒരു എക്ടോഡേം ആണെങ്കിൽ എന്തായിട്ട് മാറും? ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെല്ലായിട്ട് മാറും. മീസോഡേം മസിൽസോ റെഡ് ബ്ലഡ് സെൽസ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മാറും. ദെൻ എൻഡോഡേം എന്ന് പറയുന്നത് ലിവർ സെൽസ്, പാൻക്രിയാസ് സെൽസ് ആയിട്ട് മാറും. അങ്ങനെ ഓരോ ജേം ലെയേഴ്സും ഓരോ ടൈപ്പ് ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതിനെയാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് സെൽ ബിക്കം സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ്. സെല്ല് സ്ട്രക്ചറലി അല്ലെങ്കിൽ ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് ആവണം. അത്തരത്തിലുള്ളൊരു കണ്ടീഷനിലേക്ക് മാറുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അലോയിങ് ദ ഫോർമേഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സെൽ ടൈപ്പ്. എക്സാമ്പിൾ നെർവസ് സിസ്റ്റം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ സ്പെസിഫിസിറ്റി ഓഫ് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോട്ടീൻ. ആ ഒരു സെല്ലിൽ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ ഫങ്ഷണൽ സ്പെസിഫിസിറ്റി ആ ഒരു സെല്ലിന് ഉണ്ടാവുന്നത്. Then recently, emerging evidences has shown the importance of non-coding RNA regulation in multiple developmental processes, including cell differentiation. With very few expectations, all cells of a given organism contain the same genetic information. അതിനെയാണ് ജീനോമിക് ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സെൽസ് ജനറ്റിക്കലി എന്താണ് ഐഡൻറ്റിക്കലാണ്, ബട്ട് എക്സ്പ്രസ് ഡിഫറെൻറ്റ് ജീൻസ് മാത്രമാണ് അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.